അവന് വീട് വെക്കാൻ എന്നെ പഠിക്ക് വിടുവാന്ന്. അപ്പൊ ആക്ച്വലി ഒത്തിരി ആർട്ടിസ്റ്റുകളുള്ളൊരു ലൊക്കേഷനാണ്. കുറേ റീറ്റേക്ക് പോയി ലൈവും ആണ്. ഒരു വിധം അവരിങ്ങനെ ഓക്കെ ആക്കിയിട്ട് സൈലൻസ് ഐ ഡോണ്ട് ലൈക്ക്. അപ്പം പ്രെഡിക്ഷൻ ലിസ്റ്റ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് അതില് എനിക്ക് പേളി ചേച്ചിന്റെ ഒക്കെ സീസണിൽ പേളി ചേച്ചി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇൻ കേസ് കിട്ടിക്കഴിഞ്ഞാൽ ആണെന്നുണ്ടെങ്കിൽ പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് സീസൺ 2 ഇങ്ങനെ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ലാലേട്ടനെ കൊണ്ട് വിഷ് ചെയ്യിപ്പിക്കാം. ബിഗ് ബോസിലെങ്ങാനും പോവുകയാണെങ്കിൽ കുറച്ച് എന്ത് ഉപദേശമാണ് കൊടുക്കുക? ഒന്ന് ഭയങ്കരമായിട്ട് ദേഷ്യം കൊടുക്കണം, രണ്ട് നന്നായിട്ട് കളിക്കണം. ഹായ് ഹലോ നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ ഒരു അതിഥിയുണ്ട്. സ്വാതന്ത്ര്യം സീരിയലിലെ നമ്മുടെ പ്രിയപ്പെട്ട ജയന്തി. അപ്സര, നമസ്കാരം. നമസ്കാരം. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ടെലിവിഷൻ പ്രേക്ഷകര് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയൊരു സംഭവം വരാൻ പോകുന്നുണ്ട്, ഒരു റിയാലിറ്റി ഷോ, ബിഗ് ബോസ് സീസൺ 6. അപ്പം പ്രെഡിക്ഷൻ ലിസ്റ്റ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് അതിൽ പേര് വരുന്നുണ്ട്, ഫോട്ടോസ് വരുന്നുണ്ട്, പല ഗ്രൂപ്പിലൊക്കെ ചർച്ച വരുന്നുണ്ട്. എന്താണ് സംഭവം? ഞാനും കണ്ടു കുറേ ആൾക്കാർ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ചോദിച്ചു ഇങ്ങനെ കാണുന്നുണ്ടല്ലോ എന്താ സംഭവം. അപ്പം ഞാനും കാണുന്നുണ്ട്, അറിയില്ല. ഇൻ കേസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് സീസൺ 2 ഇങ്ങനെ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സാന്ത്വനം തുടങ്ങുന്ന ആ ടൈമായിരുന്നു. പക്ഷെ അന്ന് പിന്നെ അതൊരു ബ്രേക്കായി, അത് ചെയ്യാൻ പറ്റിയില്ല. ഫസ്റ്റ് ഇന്റർവ്യൂവിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഞാനത് ഓക്കെ ആയെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടാവില്ല. അന്ന് റിജക്റ്റ് ആയതായിരിക്കാം, എനിക്കറിയില്ല എന്താ കാരണം. അന്ന് സാന്ത്വനം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഏഷ്യാനെറ്റിൽ തന്നെയാണ് സാന്ത്വനം വരുന്നതും. ഇനി അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ആ ഷോയ്ക്ക് ഞാൻ ആ സമയത്ത് ഓക്കെ അല്ല എന്ന് തോന്നിയിട്ടുണ്ടാവാം. പക്ഷെ അന്ന് ഞാൻ റിജക്റ്റ് ആയി, എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. സീസൺ 6ന്റെ കാര്യം അറിയില്ല. പക്ഷെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് പ്ലാൻ? ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ലല്ലോ. പ്ലാൻ ചെയ്യാൻ പറ്റാത്ത പ്ലാറ്റ്ഫോം ആണല്ലോ ബിഗ് ബോസ്. സീരിയലാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ക്യാരക്ടർ വരുമ്പോൾ ഇന്ന ക്യാരക്ടറാണ് നെഗറ്റീവ് ആണെന്ന് പറയുമ്പോൾ എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അവരുടെ കോസ്റ്റ്യൂം ഇങ്ങനെ ആയിരിക്കണം, അവരുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ ആയിരിക്കണം, അവരുടെ ലുക്ക് ഇങ്ങനെ ആയിരിക്കണം. ഇത് ഒന്നും പറയാൻ പറ്റില്ല. ഞാനല്ലേ പോകുന്നേ, ഞാൻ എന്താണോ അങ്ങനെ തന്നെ പോവുക, അത്രേ ഉള്ളൂ. പഴയ സീസണൊക്കെ കണ്ടിട്ടുണ്ടോ? ഞാൻ ബിഗ് ബോസ് കാണുന്ന ആളാണ്, എനിക്ക് ഇഷ്ടമാണ്. ഇതുവരെയുള്ള മത്സരാർത്ഥികളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരായിരിക്കും? അങ്ങനെ ചോദിച്ചാൽ അത് പറയണോ? എന്തേലും കുറെ പേരുണ്ടല്ലോ, നമുക്ക് കോളെടുക്കാൻ സൃഷ്ടിച്ച ആൾക്കാരുണ്ട്, വിന്നേഴ്സ് ഉണ്ട്, അല്ലാതെ ഒരു വിവാദങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാർ. പേളി ചേച്ചിന്റെ ഒക്കെ സീസണിൽ പേളി ചേച്ചി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ സീസണില് ജൂനിയേഴ്സിനെ നാദിര എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം പുള്ളിക്കാരി ഭയങ്കര, കാരണം ഒരിക്കലും മടി പിടിച്ച ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവര് ഗെയിമിലും ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. മൊത്തത്തിലൊരു ഓളം ഉണ്ടായിരുന്നു അവര്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നാദിര. എല്ലാവരും ഇഷ്ടം തന്നെയായിരുന്നു. ഇൻ കേസ് പ്രെഡിക്ഷൻ ലിസ്റ്റ് എന്ന് മാറി നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോ ഞങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ അപ്പൊ നമ്മൾ പറഞ്ഞ ആളല്ലേ എന്നുള്ളൊരു ചിന്ത നമുക്കും വരും. അപ്പൊ അങ്ങനെ കാണുന്ന പ്രേക്ഷകരോട് പെട്ടെന്ന് കണ്ടുവരുമ്പോ എന്താ പ്രേക്ഷകരോട് പറയാനായിട്ടുള്ളത്? അല്ല, അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ഒന്നുമില്ലടാ. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അത്ര ഇഷ്ടമാണ് അഭിനയം എന്നുള്ള, എനിക്ക് എന്തോ ഒരു ഭ്രാന്ത് പോലെ. എനിക്ക് അത്ര ഇഷ്ടമാണ്. കാരണം എൻ്റെ അച്ഛൻ പോലീസ് ഓഫീസർ ആയിരുന്നു, സർവീസ് ഇരിക്കും മരിച്ച ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജോലിക്ക് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തേക്കുന്ന ഒരാളാണ്. അപ്പൊ എല്ലാവരും എൻ്റെ അടുത്ത് എപ്പോഴും, എൻ്റെ ഫാമിലിയിലും എൻ്റെ ഹസ്ബൻഡൊക്കെ എപ്പോഴും പറയും, എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയുന്ന കാര്യം, ഇത് എത്ര കാലം ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല, ജോലിന്റെ കാര്യം നോക്കിക്കോ, അത് ഫോളോ അപ്പ് ചെയ്തോ എന്ന് എപ്പോഴും പറയും. പക്ഷെ ഞാൻ അങ്ങനെ അത് ഭയങ്കരമായിട്ട് ഫോളോ അപ്പ് ചെയ്യാറില്ല കുറേ വർഷമായി. പക്ഷെ കാരണം എന്താ വെച്ചാൽ എനിക്ക് ഈ ഒരു പ്രൊഫഷനാണ് എനിക്ക് ഏറ്റവും നന്നായി വർക്ക് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന, എനിക്ക് ഉറപ്പുള്ള പ്രൊഫഷൻ ഇതാണ്. എനിക്ക് ആക്ടിങ് എൻ്റെ അത്ര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ എത്ര കാലം ഇതിൽ നിൽക്കാൻ പറ്റും അത്രത്തോളം നന്നായിട്ട് നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഒരുപാട് വർഷമായി ഇതിൽ വന്നിട്ട്, അന്ന് മുതൽ ഇന്ന് വരെയും എന്തായാലും നമ്മളിനി എത്ര നന്നായിട്ട് പെർഫോം ചെയ്താലും എത്ര മോശം പെർഫോം ചെയ്താലും ആൾക്കാർ നമുക്ക് തരുന്നൊരു ഇഷ്ടം, അവർ തരുന്നൊരു അംഗീകാരമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഏതൊരു കലാകാരനും മുകളിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം ഈ ലാസ്റ്റ് സാന്ത്വനത്തിൽ ഇപ്പം നെഗറ്റീവ്, എനിക്ക് വേറൊരു എനിക്ക് കിട്ടിയൊരു പോസിറ്റീവ് എന്താ അറിയോ, ഇപ്പം ഏഷ്യാനെറ്റിൽ തന്നെ കുറേ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, അവർ പുറത്തിറങ്ങുമ്പോൾ തല്ല് കിട്ടാറ്, ചീത്ത പറയുക ഒക്കെ ഉണ്ടാവാറുണ്ടെന്ന്. എനിക്ക് തല്ലൊന്നും കിട്ടിയിട്ടില്ല. ഇങ്ങനെ ആൾക്കാർ ഓടി വന്നിട്ട് എന്തിനാ അവരെ ദ്രോഹിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയൊരു പോസിറ്റീവ് എന്താ അറിയോ, ആൾക്കാർ എന്നെ തെറി പറയണേക്കാൾ കൂടുതൽ ഈ ക്യാരക്ടർ കണ്ടിട്ട് ഞാൻ പുറത്തു പോകുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ ഇപ്പം എൻ്റെ അടുത്ത് വന്നാൽ എന്തിനാ അവരെ ഇങ്ങനെ ദ്രോഹിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ പറയണം തരും. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഇഷ്ടമാട്ടോ, നല്ല രസമായിട്ട് ചെയ്യേണ്ട പറയും. അപ്പൊ സത്യം ഞാൻ പറയാം, എനിക്ക് ഒരു കലാകാരി എന്ന നിലയിൽ ഈ ഒരു പ്രൊഫഷൻ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് കിട്ടാവുന്ന
ഏറ്റവും വലിയ അംഗീകാരം അതാണ്. അപ്പൊ എനിക്ക് ഇനിയും അത് തന്നെ പറയുള്ളൂ. അതിപ്പോ ഈവൻ ബിഗ് ബോസോ അല്ലെങ്കിൽ സിനിമയോ സീരിയലോ എന്തോ ആയിക്കോട്ടെ, എനിക്ക് ഇതുവരെ നിങ്ങൾ തന്ന സ്നേഹവും ഏറ്റവും വലുതാണ്. ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. അപ്പൊ ഇനി നാളെ ഞാൻ വരുമ്പോഴും നിങ്ങൾക്കത് ഇഷ്ടമാവുന്നെങ്കിൽ എന്നെ സ്നേഹിക്കുക, സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂ. ചേച്ചി എപ്പോഴും ചേച്ചി ഫാമിലി ആയിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. ചേച്ചിയെ പറ്റിയും ചേച്ചിയുടെ മോനെ പറ്റിയൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പം അവരൊക്കെ എന്തേ ഇവിടെ ഉണ്ടോ? മോൻ എന്റെ അടുത്തുണ്ട്. ഇതാണ് പറഞ്ഞത് ഓടിയെത്തി. എനിക്ക് ഭയങ്കര ഇഷ്ടാ. ആണ്. ഞങ്ങള് യൂട്യൂബ് ചാനൽ ഇവ ചെറുതായിരുന്നു. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പേര് പറയാദ്യം. സിദ്ധാർത്ഥ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ഫസ്റ്റില്. എക്സാം ഒക്കെ കഴിഞ്ഞോ? ഇല്ല, വരാൻ പോണതേ ഉള്ളൂ. പല്ലൊക്കെ എവിടെ? പല്ലൊന്നും കുറച്ച് കാണുന്നില്ലല്ലോ. ഒന്നും ചോദിക്കല്ലേ. ഇല്ല. സുന്ദരനാണോ കുഞ്ഞ്? പിന്നെ സുന്ദരനാണ്. അത്ര മാത്രം അറിഞ്ഞാൽ മതി. കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാ. ഞങ്ങള് ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോ എന്റെ ഹസ്ബൻഡ് അപ്പൊ ആൽബിച്ചേട്ടൻ ഡയറക്ടർ ആണെന്നൊക്കെ അറിയാലോ. അപ്പൊ ആളെ ആദ്യം ചാക്കിട്ടത് മോന. ഇളയച്ചനെന്നാ വിളിക്കുക. ഇളയച്ച എനിക്ക് അഭിനയിക്കണം. ഇളയച്ചന്റെ യൂട്യൂബ് ചാനൽ ഒരു ദിവസം ചേട്ടൻ വെറുതെ ലൊക്കേഷൻ കാണിക്കാനായിട്ട് പുള്ളി ചെയ്യുന്നൊരു ഷോന്റെ ലൊക്കേഷനിൽ കൊണ്ടുപോയി. അപ്പൊ ആക്ച്വലി ഒത്തിരി ആർട്ടിസ്റ്റുകളുള്ളൊരു ലൊക്കേഷനാണ്. അപ്പൊ ഇവർ മൈക്കിലായിരിക്കും ആക്ഷനും കട്ടും ഇതൊക്കെ പറയുന്നത്. എല്ലാവരും കുറെ ആർട്ടിസ്റ്റുകളുണ്ട് അപ്പൊ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ചേട്ടന്റെ അടുത്തിരുത്തിക്കുക. അപ്പൊ പുള്ളിക്കാരൻ എന്താ അറിയോ, കുറേ ഇവർ റീടേക്ക് ആയി. അപ്പം ചേട്ടൻ അങ്ങനെ പൊതുവേ ലൊക്കേഷനിൽ അങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാത്ത ഒരാളാണ്. പക്ഷെ ദേഷ്യം വന്നാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഇങ്ങനെ മൈക്ക് എടുത്തിട്ട് ഇങ്ങനെ കുറേ റീടേക്ക് പോയി ലൈവുമാണ്. ലാസ്റ്റ് ഒരു വിധം അവരിങ്ങനെ ഓക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അടുത്ത ഒരാൾ മൈക്ക് എടുത്തിട്ട് സൈലൻസ് സൈലൻസ് സൈലൻസ്, ഐ ഡോണ്ട് ലൈക്ക് സൈലൻസ്. പെട്ടെന്ന് അവിടെ സെറ്റ് മുഴുവൻ ഇങ്ങനെ ഷോക്കായി പോയി. കാരണം ഇവര് കുറേ തെറ്റിച്ച ആളിങ്ങനെ വട്ടായിട്ട് ഒരുവിധം ശരിയായി വന്നപ്പോ ഒരുത്താൾ അടുത്തിരുന്നിട്ട് മൈക്ക് എടുത്തിട്ട് ഇത് തന്നെ. അന്ന് ഭയങ്കര ഇഷ്ടം അഭിനയിക്കാൻ. ഞങ്ങളുടെ യൂട്യൂബ് ചാനലൊക്കെ വന്ന സമയത്ത് ആളുണ്ട്. നമ്മുടെ മിക്ക വീഡിയോസിലും ആൾക്കാർക്ക് അറിയാം. പിന്നെ എന്റെ കൂടെ എപ്പോഴും വരാൻ പോവാണ് അല്ലേ? അതെ, ഇഷ്ടമാണ്. വെബ് സീരീസിൽ അഭിനയിക്കുന്നുണ്ട്. പറയും വെബ് സീരീസിന്റെ വിശേഷങ്ങൾ അഭിനയിക്കുന്നുണ്ടോ? പേരെന്താ? സിദ്ധാർത്ഥ്. അല്ല, സീരീസിന്റെ പേരെന്താ? 3DX ആണോ? 3DX. എന്താ ക്യാരക്ടർ? എന്താ അഭിനയിക്കുന്നത്? എന്താ അഭിനയിക്കുന്നത്? അഭിനയിക്കുന്ന എന്താ ക്യാരക്ടറാ? ആരായിട്ടാ? ഇളയമ്മന്റെ മോനായിട്ടല്ലേ അഭിനയിക്കണേ? ക്യാരക്ടറിന്റെ പേരെന്താ? അമ്പാടി. അതാ ചോദിച്ചാ ചേച്ചി. അമ്പാടി. അമ്പാടി എങ്ങനെ വികൃതിയാണോ? റിയൽ ലൈഫ് ആണോ അല്ലാണ്ടാണോ? അതെ പറയ്. റിയൽ ലൈഫിൽ വികൃതിയാണോ? യഥാർത്ഥത്തിൽ വികൃതിയാണോ? ഇളയമ്മയ്ക്ക് അറിയുള്ളൂ. എല്ലാ ഇളയമ്മയ്ക്ക് അറിയുള്ളൂ. എന്റെ പെറ്റ അറിയോ? കാരണം അയ്യോ, ഞാൻ എവിടെ പോണ സമയത്ത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ എല്ലാരും പറഞ്ഞു ഒരു ഭയങ്കര വൈറലായ സംഭവം, എന്റെ കുഞ്ഞാണ്, ഞാൻ കുഞ്ഞിനെ മാറ്റി നിർത്തിയിട്ട് ആ കുഞ്ഞായി ഇരിക്കണേ. ആണോ? എടാ ലാസ്റ്റ് എന്ത് ഗിഫ്റ്റാ കൊടുത്തേ? ഒരു റോസാപ്പൂവിന്റെ മുട്ടായി, ഡയറി മിൽക്ക് ഉണ്ട്. അതില് പിന്നെ റോസാപ്പൂവിന് ലെറ്റർ ഉണ്ട്. വേറെ ലെറ്റർ ഇത് കൊടുത്ത് പാനിപുരി, പിന്നെ ഓർബിറ്റ്. എനിക്ക് എപ്പോഴും സർപ്രൈസ് ഗിഫ്റ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ആൾ ഈ ചോട്ടുവാണെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സർപ്രൈസ് ഗിഫ്റ്റ്. അപ്പൊ എന്താ വെച്ചാല് ഇവൻ അറിയാലോ. അപ്പൊ എനിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഡേ വരണ സമയത്ത് ആൽബിച്ചേട്ടനോട് പറയും, ഇളയച്ച എനിക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കണം. പക്ഷെ ഇളയച്ചൻ എനിക്ക് പൈസ തരണം, പക്ഷെ ഞാനാ കൊടുക്കുന്നേ. എന്നിട്ട് ചേട്ടനെ കൊണ്ടുപോയിട്ട് ആള് ഫുൾ. അപ്പൊ ഞാൻ എപ്പോഴും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണ എന്താണോ അത് സെലക്ട് ചെയ്യും. ഇപ്പൊ ഞാൻ ഷൂട്ടിന് പോകുമ്പോ ഓർബിറ്റ് എപ്പോഴും എന്റെ ബാഗിൽ ഉണ്ടാവും. അപ്പൊ ഇവൻ ഇടയ്ക്ക് വന്ന് ചോദിക്കാനുണ്ട്, ഇളയമ്മ ഞാൻ എടുത്തോട്ടെ ചോദിക്കും. അപ്പൊ ഞാൻ കൊടുക്കത്തില്ല. അപ്പൊ ഇവനറിയാം എനിക്കത് എന്റെ ഫേവറേറ്റ് ആണെന്ന്. എനിക്ക് ഗിഫ്റ്റ് വാങ്ങാൻ പോകുമ്പോൾ ആദ്യം വാങ്ങുന്ന ഓർബിറ്റ്. പിന്നെ എനിക്ക് ചോക്ലേറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചോക്ലേറ്റ്സ്, പെർഫ്യൂംസ് ഇഷ്ടമാണ്. പെർഫ്യൂംസ് അതൊക്കെ കൊറേ ഗിഫ്റ്റുകൾ തന്നിട്ടുണ്ട് ന്യൂ ഇയറിന്. അയ്യോ, ഇമോഷണലി ഭയങ്കര ഇതാട്ടാ. കാരണം എന്റെ അടുത്ത് ഭയങ്കര ഇവൻ ചെറുത് മുതലേ അങ്ങനെ. അപ്പൊ എല്ലാരും ചോദിക്കും, ഇപ്പൊ എന്റെ അടുത്ത് നിക്കണേയൊക്കെ കാണുമ്പോ ചോദിക്കും, ചേച്ചിയുടെ അടുത്ത് പോകാൻ പ്രശ്നമില്ലേ, അപ്സരയുടെ അടുത്ത് നിൽക്കുക ഓക്കെ ആണോ? ഇവൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് എന്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ അടുത്തും ആൽബിച്ചേട്ടന്റെ കൂടെ നിൽക്കുമ്പോ അവന് എല്ലാവരും ചോദിക്കും ഞങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ ഹാപ്പി ആണോ എന്ന്. ഇവൻ എന്താ അറിയോ, ഇവനെ ഞാൻ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും വേറെ ആരെയും സ്നേഹിക്കുന്ന ഇഷ്ടമല്ല.
എപ്പോഴും ഞാൻ ഇവരിങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പം എന്റെ ഹസ്ബൻഡിന്റെ ഒരു കസിൻ വന്നിട്ടുണ്ട്. അപ്പൊ ക്രിസ്മസിന് എനിക്കൊരു കേക്ക് കൊണ്ടു തന്നു, മേമയ്ക്ക് ഗിഫ്റ്റാ പറഞ്ഞിട്ട്, കസിന്റെ പേര് പോളു. പോളൂട്ട്. അപ്പൊ ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയി, കണ്ട സിദ്ധൂട്ടൻ മാത്രമേ ഇളയമ്മക്ക് ഗിഫ്റ്റ് ഒന്നും തന്നില്ലല്ലോ, എനിക്ക് പോളൂട്ടൻ കേക്കൊക്കെ കൊണ്ടുവന്നു. എന്റെ മോളെ അത് കഴിഞ്ഞിട്ട് ശരിക്കും എന്റെ മിസ്റ്റേക്ക് ആണ്, അങ്ങനെ പറയാൻ പാടില്ല കുഞ്ഞുകുട്ടിന്റെ, പക്ഷെ അവനത് എത്രത്തോളം വിഷമായി എന്നാണ്. അത് കഴിഞ്ഞ് കുറച്ച് ന്യൂ ഇയർ ആയപ്പോഴേക്കും എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇളയിച്ച ഇളയമ്മക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തേ പറ്റും, പക്ഷെ എന്റെ കാശൊന്നും ഇല്ലല്ലോ, പക്ഷെ എനിക്ക് ഇളയച്ച കാശ് തരണം. അപ്പൊ ചേട്ടൻ പറഞ്ഞു അല്ല കുഴപ്പം, അത് പ്രശ്നമില്ല. അല്ല ഇളയച്ച, ക്രിസ്മസിന് പോളിച്ചേട്ടൻ ഇളയമ്മക്ക് ഗിഫ്റ്റ് കൊടുത്തു, പക്ഷെ പോളിച്ചേട്ടന്റെ മുന്നിൽ വെച്ചിട്ട് ഇളയമ്മ പറഞ്ഞു എനിക്ക് സിദ്ധൂട്ടൻ മാത്രം ഗിഫ്റ്റ് ഒന്നും തന്നിട്ടില്ലാന്ന്. എനിക്കത് ഭയങ്കര വിഷമമായി ഇളയച്ച, ഇളയമ്മക്ക് എന്നെക്കാൾ ഇഷ്ടം പോളിച്ചേട്ടൻ്റെ അടുത്താണ്. എന്നിട്ട് ന്യൂ ഇയർ ഗിഫ്റ്റ് തന്നിട്ട് എന്റെ അടുത്ത് 50 വട്ടം ചോദിച്ചു, ഇളയമ്മ ഹാപ്പി ആയ? ഇളയമ്മ ഹാപ്പി ആയി പൊന്ന, എന്നെ ഇഷ്ടം പൊളിച്ചേട്ടനെയാ. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ടോ? ഇപ്പൊ ഇളയമ്മക്ക് ഏറ്റവും ഇഷ്ടമാര് ഈ ലോകത്ത്? പൊന്നൂന് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമാര്? ഏറ്റവും പൊന്നൂന് ഏറ്റവും ഇഷ്ടം ചങ്ക് ബഡീസ് ആണ്. ചങ്ക് ബഡീസ്. അയ്യോ, എന്നെ എന്തോരം ഉപദേശിക്കുമെന്നറിയോ? ഈ ഇരിക്കുന്ന ഇങ്ങനത്തെ ആളെ അല്ല, നമ്മള് എപ്പോഴെങ്കിലും മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോ കൊള്ളൂലെന്ന് വെച്ചോ, കൊള്ളൂല ഇളയമ്മ. ഇളയമ്മക്കാണ് ഇന്നും ഭംഗിയില്ല. ഡ്രസ്സ് എടുക്കുമ്പോ തന്നെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തത് ഇപ്പൊ ഞാൻ ആൽബിച്ചേട്ടനോടായിരിക്കും ചോദിക്കുന്നത് ഏട്ടാ കൊള്ളാമോന്ന്. അപ്പൊ വേണ്ട ഇളയമ്മേ, ഇത് ഇളയമ്മക്ക് ചേരത്തില്ല, ഭയങ്കര ഇതാ, ഇങ്ങനെ ചെറുതാണെങ്കിലും ആളിച്ചിരി. മേക്കപ്പ് ഇടുന്നതാണോ ഇടാത്തയാണോ ഇളയമ്മ ഇഷ്ടം? ഇടാത്തയാണ്. ഇടാൻ മേക്കപ്പ് ഇടുന്നതാണ് സുന്ദരിയായിട്ടിരിക്കാൻ വേണ്ടിട്ടാണ്. എന്താ വലുതാകുമ്പോ ആരാകണോന്ന് ആഗ്രഹം? പൈലറ്റ് ആവണോ? വലിയ ആഗ്രഹമാണല്ലോ. എന്നിട്ട് ഇളയമ്മ കൊണ്ടുപോകും, ഇളയമ്മ ഇളയച്ചനെയും കൊണ്ടുപോകും ഫ്ലൈറ്റില്. ആദ്യം ആരെയാ കൊണ്ടുവന്നേ? ഇളയച്ചനെ. അത് കഴിഞ്ഞിട്ട് വേറെ ആൾക്കാരെ കൊണ്ടുപോകും. അപ്പൊ അമ്മയച്ചനോ? ഈ ഇന്റർവ്യൂ അമ്മയച്ചനും കാണുന്നില്ല. അമ്മയച്ചന് വേണേ കൊണ്ടുപോവാം. ഫ്ലൈറ്റിൽ പോകണമെന്ന് ആഗ്രഹിച്ച ആഗ്രഹമില്ലെന്ന്. അമ്മയാണ് ഫ്ലൈറ്റിൽ പോണെന്ന് ആഗ്രഹിച്ചേ? അല്ല, അതല്ല, ഞാൻ പൈലറ്റ് ആവണമെന്ന് ആഗ്രഹിച്ച. അമ്മയാണ് ആഗ്രഹിച്ചത്. അവൻ പൈലറ്റ് ആവണമെന്ന് ആഗ്രഹം അവന്റെ അമ്മയ്ക്കാ. അപ്പൊ അവന്റെ അമ്മയെ കൊണ്ടുപോണ്ടേ? അതെ, അത് കൊണ്ടുപോണ്ടേ. അതെ, ഇളയമ്മേ ബിഗ് ബോസിലെങ്ങാനും പോവുകയാണെങ്കിൽ കൊച്ചു എന്ത് ഉപദേശാ കൊടുക്ക? ഞാൻ ഇളയമ്മ അവിടെ നിൽക്കുമ്പോ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറയട്ടാ. ഒന്ന്, ഭയങ്കരമായിട്ട് ദേഷ്യം കൊടുക്കണം. 2, നന്നായിട്ട് കളിക്കണം. 3, നന്നായിട്ട് പാചകം ചെയ്യണം. ഇളയമ്മ എന്തെങ്കിലും പാചകം ചെയ്ത് തരാറുണ്ടോ? എന്താ തരാറ്? ഏറ്റവും കൂടുതൽ പാചകം ചെയ്യണ ഇളയച്ചനാണ്. ഇളയച്ചനോട് പാചകം ചെയ്യണേ, പക്ഷെ ഇളയമ്മ അവിടെ പാചകം ചെയ്യ. കാരണം ചേട്ടൻ നോൺ വെജ് നന്നായിട്ട് കുക്ക് ചെയ്യും. നാണം കിടത്തുന്നുണ്ട്. നോൺ വെജ് നന്നായിട്ട് കുക്ക് ചെയ്യും ഹസ്ബൻഡ്. അപ്പൊ ഈ പോർക്കൊക്കെ നല്ല ടേസ്റ്റാ പുള്ളി വയ്ക്കണത്. അതാ പറയണേ. എന്നാലും യൂട്യൂബ് വെച്ച് നോക്കണം. യൂട്യൂബിൽ നോക്കിട്ടാ ചെയ്യുന്നേ, പക്ഷെ എന്നാലും നന്നായിട്ട് കുക്ക് ചെയ്യും. പിന്നെ എന്ത് ഉപദേശം കൊടുക്ക? ഇളയമ്മക്ക് ഇളയമ്മ ഡ്രസ് മാറുമ്പോ ഒളിപ്പിച്ച് ഡ്രസ് മാറണം. അല്ലെങ്കിൽ ക്യാമറയൊക്കെ ഉണ്ട്. അവിടെ അത്രയും ക്യാമറ ഉണ്ടല്ലോ, ഒളിപ്പിച്ചിട്ടേ ഡ്രസ് മാറാവുള്ളൂ. ആ കൊച്ചിന് നമ്മുടെ അടുത്തുള്ള കെയർ ആലോചിച്ചൊക്കെ. അത് മാത്രല്ല, അവൻ ആ പ്രോഗ്രാം കാണുന്നുണ്ടെന്നുള്ളതാണ്. ഇത്ര ക്യാമറ ഉണ്ട്, ഇന്ന പോലെ സാധനങ്ങളുണ്ട്. കണ്ടിട്ടുണ്ടോ ബിഗ് ബോസ്? നേരത്തെ മത്സരിച്ചില്ല ആരെയാ ഏറ്റവും ഇഷ്ടം? മത്സരിച്ച കഴിഞ്ഞ വർഷം വന്ന ഞാൻ കൂടുതലായിട്ട് ബിഗ് ബോസ് ആണില്ല. ഞാൻ ഇപ്പൊ യൂട്യൂബൊക്കെ കാണുന്നു. പക്ഷെ പറയൂല അല്ലേ? ഇളയമ്മ ബിഗ് ബോസിൽ വരണമെങ്കിൽ എന്താ പൊന്നുന്റെ ആഗ്രഹം? ഞാൻ ബിഗ് ബോസിൽ വന്നിട്ട് എന്തിനാ എന്നെ ബിഗ് ബോസിൽ വിടണേ? ഞാൻ ബിഗ് ബോസിൽ പോകുന്നത് സന്തോഷമാണോ പൊന്നിന്? ബിഗ് ബോസിൽ വന്നാ എന്തിനാ ഞാൻ പോണേ? കൂടുതലായിട്ട് പൈസ കിട്ടേ. എന്തിനാ പൈസ കിട്ടിയിട്ട്? എന്തിനാ? എനിക്ക് വലിയ സ്വിമ്മിംഗ് പൂളുള്ള വീട് വെക്കാൻ വേണ്ടിട്ടോ. ആർക്ക്? അവന്? അതെ, അവന് വീട് വെക്കാൻ എന്നെ പണിക്ക് വിടുവാന്ന് ഇളമ വരും കൊണ്ട് കൊടുക്കാൻ. അങ്ങനെയാണ് ആഗ്രഹം. വലുതാകുമ്പോ ഇളമയ്ക്ക് എന്താ കൊടുക്ക? ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോ അമേരിക്കയില്, ഇംഗ്ലണ്ടില് അവിടെയൊക്കെ ഞാൻ അവിടെയൊക്കെ കൊണ്ടുപോകും, ട്രിപ്പ് കൊണ്ടുപോകും. അതാണ് അവനറിയാം ഇളയമ്മക്ക് യാത്ര പോവാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാം എന്റെ കുഞ്ഞിന്. അതുകൊണ്ട് അവൻ പോകുമ്പോ എന്നെയും കൂടെ കൊണ്ടുപോകും. ഒന്ന് മൈൻഡ് ചെയ്യൂടെ?
മിസ് ചെയ്യോ? ഇളയമ്മ പോയി കഴിഞ്ഞാൽ മിസ് ചെയ്യോ? എന്നാലും പോയിട്ട് കപ്പുമായിട്ട് വരുന്നതാണോ ഇഷ്ടം, അല്ലാതെ കൊച്ചു മിസ് ചെയ്യുമ്പോ തിരിച്ചു വരണമെന്ന് തോന്നലുണ്ടോ? കപ്പുമായിട്ട് മിസ് ചെയ്താലും വേണ്ടില്ല, കപ്പുമായിട്ട് വരണോ അല്ലേ? അപ്പൊ കിട്ടണേന്ന് പ്രാർത്ഥിക്കാം അല്ലേ? അല്ലേ? ഇളയമ്മ വിളിക്കട്ടെ, ബിഗ് ബോസിലേക്ക് വിളിക്കട്ടെ. പ്രാർത്ഥിക്കുന്നുണ്ടോ പോകാൻ വേണ്ടിട്ട്? എന്തിനാ ഇളയമ്മ പോയിട്ട് എന്തിനാ? എനിക്കൊന്നും അറിഞ്ഞൂടാ. ലാലേട്ടന്റെ ലാലേട്ടനടുത്ത് വിഷയാണ് എന്റെ ബർത്ത്ഡേ വരാൻ എന്തോ ബിഗ് ബോസ് എന്തോ 10th ലോഞ്ച് ചെയ്യുന്നേ. മാർച്ച്. അന്ന് ഇവന്റെ ബർത്ത്ഡേ ആ. ഓ മാർച്ച് 10th. അപ്പൊ ഇവന്റെ ഒരു ആഗ്രഹം വെച്ചാൽ മേ ബി ഞാൻ പോവാണെങ്കിൽ ലാലേട്ടനെ കൊണ്ട് വിഷ് ചെയ്യിപ്പിക്കണം. ലാലേട്ടന് ഭയങ്കര ഇഷ്ടാ. ഏത് സിനിമ ഏറ്റവും ലാസ്റ്റ് കണ്ടേ ലാലേട്ടന്റെ ഏത് സിനിമ ഏറ്റവും ലാസ്റ്റ് കണ്ടേ? നേരെ പറയാ ചേച്ചി, കേട്ടില്ല. നേരെ സിനിമയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വലുതാകുമ്പം ലാലേട്ടനെ പോലെ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? രണ്ടാഗ്രഹമുണ്ട്. പൈലറ്റ് ആയിട്ട് പൊന്നു വലിയ സിനിമാ നടനാവുമ്പളേ സിനിമാ നടനാകുമ്പോ എന്താ പൊന്നുന്റെ എന്തിനാ സിനിമാ നടനാവണേ? സിനിമാ നടനായ 10 ദിവസം അവധി കിട്ടുമല്ലോ. പിന്നെ ഇതേപോലെ ഫോട്ടോ ഒക്കെ എടുക്കാൻ, സെൽഫി ഒക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടാ. ഞാൻ പുറത്തു പോകുമ്പോ ആൾക്കാർക്ക് സെൽഫി എടുക്കാൻ വരുമല്ലോ. അപ്പോഴേക്കും ഇളയമേ അവര് ഇളയമേ നോക്കണ്ട കേട്ടാ, സെൽഫി എടുക്കാൻ വരും. എന്നിട്ട് പാവട്ടാ ഞാൻ ചുമ്മാ കളിക്ക് ചുമ്മാ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ തമാശ. എന്റെ കൂടെ ഒരു സെൽഫി എടുക്കോ? കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ? കുഞ്ഞ് അഭിനയിക്കുന്നുണ്ട്. ആണോ? ഇനി വലുതാകുമ്പോ വലിയ നടനായ എന്ത് ചെയ്യും? അപ്പൊ ഇപ്പളെ എനിക്കൊരു സെൽഫി തരണേ. തരോ? വലുതാകുമ്പോ ഏത് നടനാവാൻ ഇഷ്ടം? ആരെ പോലെ ആവാൻ ഇഷ്ടം? ലാലേട്ടൻ, മമ്മൂക്ക, പൃഥ്വിരാജ്, വിജയ്, ആരൊക്കെയാ? മമ്മൂക്കെ പോലെ. ഇപ്പൊ 3 പേരും ആയി. മോഹൻലാല്, മമ്മൂട്ടി, വിജയ് എല്ലാരും ആയി. മിക്സ് ചെയ്തിട്ടുള്ളൊരു. ഇളയമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാ? കാണാറുണ്ടോ? ഇളയമ്മയുടെ സീരിയലൊക്കെ കാണാറുണ്ടോ? ഏതിലാ ഏറ്റവും ഇഷ്ടമുള്ളത്? ഏതിലാ? നേരെ പറയാ. സാന്ത്വനാണ് ഏറ്റവും ഇഷ്ടം. സാന്ത്വനത്തില് ജോയിൻ ചെയ്യാൻ വേണ്ടി പോയപ്പോ ഭയങ്കര പ്രായമുള്ള ക്യാരക്ടറാണ്, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ടാന്ന് വെച്ചാൽ ഭയങ്കര കരഞ്ഞിട്ട് വരെ ഉണ്ട്. ഞാൻ എനിക്ക് വേണ്ട പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഞാൻ വഴക്കുണ്ടാക്കിയിട്ടില്ല എന്റെ പ്രൊഡക്ഷൻ കണ്ടു സജി ചേട്ടനോടാ. എപ്പോഴും ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, പാർട്ട് 2 ഉണ്ടോ എന്നുള്ളതാണ്. അത് ഏറ്റവും ഭംഗിയായിട്ട് നിൽക്കുമ്പോൾ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ആൾക്കാർ കണ്ട് ലാസ്റ്റ് പണ്ടാറോ നിർത്തി. പക്ഷെ അവൾക്കും അവൾ ആഗ്രഹിക്കുന്ന പോലെ ഒരാളെ കിട്ടി. സാന്ത്വന കഴിഞ്ഞ ആ സമയത്ത് തന്നെ കല്യാണം നടന്നു. നമുക്ക് എല്ലാവർക്കും നമ്മൾ പിന്നെ മീറ്റ് ചെയ്യുന്ന എല്ലാവരും ഒരുമിച്ച് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം അവളുടെ കല്യാണം. അപ്പൊ നമുക്ക് ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു. പിന്നെ ഏറ്റവും ക്രേസി ആയിട്ടുള്ളത് കണ്ണനാണ്. അവർ രണ്ടും ഒരുമിച്ച് പഠിച്ചതാണ്. പക്ഷെ പിന്നെ അതെനിക്ക് തലവേദനയായി. ഈ ലൊക്കേഷനിൽ ആര് പോയാലും ഒരു പുതിയതൊട്ടൊരു പൂച്ച വന്നാലും പറയും, ആ ചേച്ചി ഞാൻ ഇവള് ഒരുമിച്ച് പഠിച്ചതാ, എങ്ങനെയുണ്ട്?